ചിലർ സൂചിപ്പിക്കുന്നത് ചില ആൾക്കാർ ആരെന്ന് പറഞ്ഞേ ആൾക്കാർ Line up, get ready. Band ready. Stand at ease. Attention. There, salute, salute. By the left, good march. അതോടൊപ്പം തന്നെ ഉദ്ഘാടന കർമ്മം നടത്തുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ രാജ്യസഭാ അംഗം രാജ്യസഭാംഗമാണ്, ആലുവ സ്വദേശിയാണ്, KPCC പ്രസിഡന്റായിരുന്ന KCMR നേതൃത്വത്തിലുള്ള ചെറുമകളാണ് ജെബി മേത്തറയുടെ രാജ്യസഭാംഗമായ ജെബി മേത്തറയുടെ ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടുള്ളൂ. എത്തിച്ചേരാമെന്ന ജെബി മേത്തറയുടെ ഏറ്റവും സേവനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുക. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു ടീച്ചർ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു ശ്രീമതി സിന്ധു ടീച്ചറെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി ഡോക്ടർ പ്രസിഡന്റ് ഒരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതോട് എത്തിച്ചേരാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീമാൻ സാദൻ കുഞ്ഞിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഈ ഡിവിഷന്റെ അപ്പുറം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീമാൻ തോമസ് കുഞ്ഞിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്ഥാപിച്ചത് KPMസിന്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ, അവരുടെ NSSന്റെ പ്രസിഡന്റ് അജിത് കുമാർ, മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷിന് നൽകുന്ന സ്വീകരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന
ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ അഭിമാനവും അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MP-മായിട്ടുള്ള അഡ്വക്കേറ്റ് ജെബി മേത്തർ അവർ, സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീ സാജൻ കൊടിയൻ, ഏവർക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ MA ജോജോ, അതുപോലെ തന്നെ ഇന്ന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ബ്ലോക്കിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പോൾസൺ കൊടിയൻ, കൊച്ചുകടവ് മഹൽ ഇമാം ശ്രീ മുഹമ്മദ് ഷാഫി ഫൈസി, NSSന്റെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ അജിത് കുമാർ, SNDPയുടെ മാള യൂണിയൻ പ്രസിഡന്റ് ശ്രീ PK സാബു, KPMS മാള യൂണിയൻ പ്രസിഡന്റ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്തിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ വയോജന സഭയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ KP ആന്റോ മാസ്റ്റർ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ MS വിജയൻ, കൂടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സാജു മണവാളൻ, വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ വർഗീസ് PJ, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികളെ, അതുപോലെ മുൻ പഞ്ചായത്ത് അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഒരുപാട് സന്തോഷമുള്ള ഒരു സുദിനമാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞപ്പോൾ ജോർജൻ ചേട്ടൻ ഏറെ സവിസ്തരം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒന്നേ നമുക്ക് പറയാനുള്ളൂ, ഇന്നുവരെ നമ്മുടെ കോഴൂരിന് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം ഇന്ന് കൈവന്നിരിക്കുന്നു. എന്താ പറയാ, KSU എന്ന രാഷ്ട്രീയത്തിന്റെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന് ജീവിതത്തിലെ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ വെല്ലുവിളികൾ, അതായത് ജനങ്ങളുടെ നീതിക്ക് വേണ്ടി പല സമരമുഖങ്ങളിലും വളരെ വ്യക്തമായ അനുഭവങ്ങളും അതുപോലെ മർദ്ദനങ്ങളും കോഴൂരിന്റെ അഭിമാനമായ, ഇപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ, കേരളത്തിലെ യുവജനങ്ങളുടെ അഭിമാനമായ, കേരളത്തിലെ അമ്മമാരുടെ ഇപ്പോൾ ഒരു മകനായ, സഹോദരനായ, പ്രിയപ്പെട്ട, നമുക്കൊക്കെ ആ വാർത്ത കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു. നമ്മുടെ ജനീഷ് സംസ്ഥാനത്തിന്റെ യുവജന കായിക വകുപ്പ് മന്ത്രിയായി ഈ സ്വന്തം ജന്മനാടിന്റെ ഹൃദയത്തുടിപ്പായി ലോകത്തെവിടെ ചെന്ന് ആദരവ് സ്വീകരിച്ചാലും അതിനേക്കാളൊക്കെ വിലയുള്ളതാണ് സ്വന്തം ജന്മനാടിന്റെ ആദരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനോഹരമായ പെരുമഴക്കാലമാണ്, പക്ഷെ എന്നിട്ട് പോലും ഇവിടെ തടിച്ചുകൂടിയ ഇവിടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു ആവേശത്തിന്റെ പ്രതിഫലനം തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ ഈ ജന്മനാടിന്റെ ആദരവ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കൂഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരിയായ ശ്രീമതി സിൽവി ടീച്ചർ, ഈ ആദരവ് യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സിൽവി സേവ്യർ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സ്വീകരിച്ച രാജ്യസഭ MP ശ്രീമതി ജെബി മേത്തർ, നമ്മളുടെ മുഖ്യ അതിഥി എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും കോഴൂരിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സഹോദരനായിട്ടുള്ള മന്ത്രി ജനീഷ് അവர்கள், അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ MA ജോജോ, മറ്റ് ആരും പേരെന്ന് പറയുന്നില്ല, പക്ഷെ പേരിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിവിധ രാഷ്ട്രീയ നേതാക്കളെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് സ്നേഹം നിറഞ്ഞ ജനപ്രതിനിധികളെ, മുൻ ജനപ്രതിനിധികളെ, മറ്റ് കുടുംബശ്രീ അംഗങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കോഴൂരിന്റെ നാട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഗത പ്രസിഡന്റും അധ്യക്ഷ പ്രസിഡന്റും ഉദ്ഘാടന പ്രസിഡന്റും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ KSU പ്രസ്ഥാനത്തിലൂടെ വളർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധിയായിട്ടും ഒപ്പം തന്നെ കോഴൂരിന്റെ സ്പന്ദനം അറിയിക്കുക, നിയമസഭയിൽ എത്തിക്കുവാൻ നമ്മുടെ ലീഡർ കേന്ദ്രമായ പിന്തുണർച്ചയിൽ വന്ന ജനീഷ് നേരത്തെ MP സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കം മാത്രമല്ല,
കരുണാകരന്റെ പിൻപാത പിന്തുടർന്ന് മുഖ്യമന്ത്രി പദത്തിൽ എത്തണമെന്നാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമായി കണ്ട് ഈ ആദരവ് അതിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MP മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജബീന പറവുകൾ, കുഴൂരിന്റെ പൗരാളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സംസ്ഥാന യുവജന കായിക വകുപ്പ് മന്ത്രി പ്രിയമുള്ള അഡ്വക്കേറ്റ് OJ ജനീഷ്, കുഴൂരിന്റെ ഈ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം പിടിച്ച് വലിയ ത്യാഗത്തിലൂടെയും വലിയ പ്രതിസന്ധിയിലൂടെയും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ഇന്ന് കേരളത്തിന്റെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് OJ ജനീഷ് കൊടുങ്ങല്ലൂരിന്റെ MLA എന്ന നിലയിൽ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു കളിസ്ഥലമുണ്ട്. ആ കളിസ്ഥലം ഒരു സ്റ്റേഡിയമായി മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആ കളിസ്ഥലം ഒരു സ്റ്റേഡിയമാക്കി മാറ്റുവാൻ ബഹുമാനായിട്ടുള്ള മന്ത്രി മുൻകൈ എടുക്കുമെന്ന് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ പ്രവർത്തിക്കുന്ന കോഴിത്തീറ്റ ഫാക്ടറി ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ബഹുമാനായിട്ടുള്ള നമ്മുടെ സഹോദരൻ OJ ജനീഷിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൊച്ചുകടവ് മുസ്ലിം ജമാഅത്തിന്റെ പേരിൽ ആദ്യമായി അറിയിക്കുകയാണ്. നാം നിലകൊള്ളുന്ന നമ്മുടെ ഈ രാജ്യം, കൊച്ചു കേരളം, അത് വളരെ മനോഹരമാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി കൊണ്ട് സ്നേഹത്തിന്റെ സൗഗന്ധിക പുഷ്പങ്ങൾ പൂത്തുലയുന്ന ഈ മഹനീയമായ നാട്ടിൽ ഈ കൊച്ചുകടവിന്റെ ഒരു ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ അദ്ദേഹത്തിന് കൊച്ചുകടവ് മുസ്ലിം ജമാഅത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കുഴൂരിന്റെ അഭിമാനം, ജന്മനാടിന്റെ ആദരം എന്ന പരിപാടി സംഘടിപ്പിച്ച കുഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നിവിടെ നടത്തേണ്ട പരിപാടി തന്നെയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു OJ ജനീഷിനെ പറ്റി. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഭാവി മുഖ്യമന്ത്രി എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഗ്രാമപഞ്ചായത്തും കുഴൂരിലെ പൗരാവലിയും ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാം എല്ലാവരും ഇവിടെ സംസാരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി നാം നമ്മുടെ ജനീഷിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം സാധിച്ചു കൊടുക്കുവാൻ, ഒരു പരിധിവരെയെങ്കിലും സാധിച്ചു കൊടുക്കുവാനും എല്ലാ ജനങ്ങൾക്കും ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഈ കൊടുങ്ങല്ലൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലെ സർവ്വജനങ്ങൾക്കും ഇത് രജിസ്ട്രാൻ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും SNDP യൂണിയന്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MP ജബീന, അതുപോലെ തന്നെ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന നമ്മുടെ നാട്ടുകാരനും പ്രിയങ്കരമായ നമ്മുടെ മന്ത്രി ശ്രീ OJ ജനീഷ് അടക്കമുള്ള ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏകദേശം 20 വർഷക്കാലമായി പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മിനിസ്റ്റർ OJ ജനീഷ്. ഞാൻ ഒരു പരിധിവരെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാൻ ഒരു പരിധിവരെ കാരണവും അദ്ദേഹം തന്നെയാണ്. പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അന്ന് KSUവിൽ പ്രവർത്തിക്കുന്ന സമയത്താണ്, ജനീഷിന് KSUവിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് എന്നെ വന്നു കാണുകയും അതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ആ പ്രവർത്തനം ഇന്ന് ഇവിടെ ഒരു വലിയ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിക്ക് നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക്
തുടക്കം കുറിച്ചതടക്കമുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുവാനുണ്ട്. അതിനെല്ലാം അദ്ദേഹത്തിന് വളരെ ഭംഗിയായി നമ്മുടെ പഞ്ചായത്തിൽ അതുപോലെ തന്നെ ഒരു നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട ഒരു ആളല്ല എന്നുള്ളതുകൊണ്ട് മന്ത്രിയായതുകൊണ്ട് കേരളത്തിലെ മൊത്തം യുവജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി ടീച്ചർ അവരുടെ ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ജെബി മേത്തർ എംപി അവരുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ നമ്മളുടെ കുടൂരിൻ്റെ പ്രിയങ്കരനായ യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ജെ ജനീഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ നാട്ടുകാരെ, ഇന്ന് കുടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുന്ന ഒരു ദിനമാണ്. കാരണം ഇന്നേ വരെ കേരള ചരിത്രത്തിൽ കുടൂരിൽ നിന്ന് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ രീതിയിലാണ് നമ്മുടെ ഒ ജെ ജനീഷ് എത്തിയിരിക്കുന്നത്. കേരളം പിറവി തുടങ്ങുന്നത് 1956 നവംബർ 1 51 തന്നെ കുടൂർ പഞ്ചായത്ത് നിലവിൽ വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുടൂർ പഞ്ചായത്ത് നിലവിൽ വന്ന അന്നു മുതൽ ഇന്നേ വരെ കോൺഗ്രസ് ഭരണം മാത്രം കാഴ്ചപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് കുടൂർ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവാൻ കാര്യം 74 വർഷം നീണ്ടെടുത്തെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ളൊരു നിലയിലേക്ക് ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ഒരു 37ാമത്തെ വയസ്സിൽ ഒരു മന്ത്രിസ്ഥാനം കൈക്കലാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അറിയാവുന്നതുപോലെ എല്ലായിടത്തും UDF കൊടുങ്കാറ്റ് വീശിയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കാര്യമായ കൊടുങ്കാറ്റുണ്ടായില്ല. അതിൽ വ്യത്യസ്തമായി ജയിച്ച 2-3 പേർക്കുകളിൽ ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ ജനീഷ്. ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും ഡിറ്റർമിനേഷനും ഇച്ഛാശക്തിയും അധ്വാനവും ഉണ്ടെങ്കിൽ ഏതൊരുവരും കോൺഗ്രസിൽ ഏത് സ്റ്റേജിലെത്താൻ പറ്റുമെന്നുള്ളതിന് മാന്യ ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി. നമ്മുടെ മാള ഈ പ്രാസികത പറഞ്ഞ മാതിരി എല്ലാവരും അറിയപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എവിടെയാന്ന് വെച്ചാൽ മാള തൃശ്ശൂരിലാണ് ഞാനൊക്കെ പറയാം. കാരണം മാള പറഞ്ഞാൽ പലരും അറിയില്ല. പക്ഷെ അവസാനം മാള പറഞ്ഞ ലീഡറുടെ സ്ഥാനമാണോ എന്നാണ് ഫസ്റ്റ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ് വലിയൊരു വേക്കൻ്റ് ഏരിയ ആയിരുന്നു നമുക്ക്. ഇനി നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം നമ്മുടെ യുവജനക്ഷേമ മന്ത്രിയുടെ സ്ഥാനം എന്ന നാട് എന്ന് പറയാൻ ഞാൻ അഭിമാനത്തോടെ കത്തിക്കും. അതുകൊണ്ട് നമ്മളുടെ പ്രിയങ്കരനായ ലീഡർ നമുക്ക് ഉണ്ടാക്കി വെച്ച പേര് മാറി നമ്മളുടെ നേതാവും തൃശ്ശൂർ ജില്ലയ്ക്കും അഭിമാനമായി തീർന്ന ഒരു നേതാവായും മന്ത്രിയായും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്തരിക്കുന്നു. ദാരിദ്ര്യം അറിയുന്നു, കഷ്ടപ്പാടുകളറിയാം, ബുദ്ധിമുട്ടുകളറിയാം, കർഷകരുടെ തൊഴിലാളികളുടെ വേദനകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് അമ്മമാരുടെ ഓരം ചാരി ആ വിഷമങ്ങൾ ഒരു ഗൃഹാതിരത്വം അനുഭവിച്ചതിനെ കുറിച്ച് ഞാൻ അഭി കണ്ടിട്ടില്ല. ഇടക്കാലത്ത് അയൽവക്കക്കാരൻ ഈ രംഗത്തോട്ട് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പോലീസുകാരുടെയും കായിക ബലം പരിഹരിച്ചുകൊണ്ട് നടക്കുകയാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നുകൊടുക്കാൻ ഇനിയിപ്പോൾ സിൽവിയും ജോർജൊന്നും ചിരിക്കണ്ട. ഇത് കുടൂർ പഞ്ചായത്തല്ല, മന്ത്രിഗ്രാമം. ഇത് മന്ത്രിഗ്രാമം. അതുകൊണ്ട് വലിയൊരു ഔന്നത്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ബോർഡുകളൊന്നും ജനീഷ് മന്ത്രിയായിട്ട് ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ ഹക്കാണ്, ഞങ്ങളുടെ സർവസ്വമാണ്. ആ യുവത്വത്തെ ഏകീകരിപ്പിച്ച്
അവരുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് ജിനേഷ് വളരട്ടെ വലുതാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുക. ഞാൻ നേരത്തെ അധ്യക്ഷ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അതുപോലെ വേദിയിൽ സംസാരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരിക്കൽ കൂടി നമസ്കാരം. പ്രസ്ഥാനം മുതൽ ഒരു പുതിയ വർധനങ്ങളായിട്ട് ഒരുപാട് സഹനശക്തി സമരവും കൊണ്ട് ഞങ്ങളുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ മന്ത്രിയായ ശ്രീ ജഗദീഷിനെ കേരള കോൺഗ്രസിനുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും വേണം. ഇത് രണ്ട് കാര്യം നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും ഇതിന് വേണ്ടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഏതാണ്ട് 25-26 വർഷമായിട്ട് നമ്മുടെ കണക്കുകളും വൃത്തിയുടെ കാര്യമാണ് നിർവഹിക്കുന്ന വൃത്തി 10-26 വർഷമായിട്ട് തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ കേടുപാടുകൾ കാരണം കുഴു പഞ്ചായത്തിൽ കഴിഞ്ഞ സീസണിൽ മാത്രം നഷ്ടം 10 ലക്ഷം രൂപയാണ്. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ഈ കാലഘട്ടം മന്ത്രിയുടെ കാലഘട്ടത്തിലൂടെയാണ് കുഴൂർ കടന്നു പോകുന്നത്. അപ്പോൾ വികസനത്തിന്റെ കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറണം. അത് ജനങ്ങളുടെ പുരോഗതിയുടെ കാലഘട്ടമായിട്ട് മാറണം. അപ്പോൾ നമ്മൾ അതിന് മന്ത്രി ഒറ്റയ്ക്ക് നിന്ന് വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കുഴൂരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാജൻ ചേട്ടനും അതിന്റെ മെമ്പർമാരും എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കുഴൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മുനിസിപ്പൽ കൗൺസിൽ മുതൽ തുടങ്ങി ഇന്ന് രാജ്യസഭ എം പി വരെ നിൽക്കുന്ന പ്രിയങ്കരിയായ ശ്രീമതി ജബി മേത്തർ MP, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സാജൻ കൊടിയൻ, സ്വാഗതം ആശംസിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ MA ജോസഫ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാനവും ആദരണീയമായ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ പ്രമുഖരും പ്രിയപ്പെട്ട വിശിഷ്ട സാന്നിധ്യങ്ങൾ, പ്രിയപ്പെട്ട സദസ്സുള്ള സദസ്സിലുള്ള പ്രിയങ്കരായ നാട്ടുകാർ, ഞാനിങ്ങനെ 10 മണിയാണ് നമ്മുടെ തീരുമാനിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഇന്നലെ നിൽക്കാനൊക്കെയായി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും രാവിലത്തെ ആദ്യത്തെ യോഗത്തിൽ കൃത്യസമയം പാലിക്കും. രണ്ടാമത്തെ യോഗം മുതൽ അവസാനത്തെ യോഗം വരെ ആദ്യത്തെ 2 മിനിറ്റ് സമയം വൈകിയുള്ള ഗേദപ്രകടനമാണ്. പിന്നെ ഭാഗ്യവശ കുഴുവിൽ ഞാൻ കണക്കാക്കി കുറച്ചും കൂടി വൈകുന്നതാണ്. പക്ഷേ വലിയ രീതിയിൽ വൈകേണ്ടതായി വന്നില്ല. അപ്പം കുറച്ചും കൂടി നേരത്തെ എത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായി സ്വാഗത പ്രസംഗം അടുത്ത സമയത്ത് നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്ത പരിപാടി വരും. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും വരുന്ന സമയത്ത് പേര് ചോദിക്കുമ്പോൾ ഭയങ്കരമായി തോന്നി. എന്തായാലും വന്നാൽ മതി, ഒന്ന് വന്നു പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, എവിടെയെങ്കിലും സമയത്ത് വന്നാണെന്ന് കേൾക്കണം. അത് തീയതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് ഇറക്കിയിട്ട് വിളിച്ചു പോയി കൃത്യസമയത്തിന് വരണം. പിന്നെ പരിപാടിയുടെ അന്ന് സ്വാഭാവികമായിട്ട് നമ്മളിപ്പം മറ്റുള്ളവരോടൊപ്പം പറയും നമ്മൾ എത്ര നേരം കാത്തിരിക്കണം. പിന്നെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് പരിപാടിയാണ് കുറച്ച് ഒരു ദിവസം പരമാവധി 2 അല്ലെങ്കിൽ 4 പരിപാടി. കാരണം നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും നടക്കാത്ത സ്ഥിതിയിൽ എല്ലാവരുമായിട്ടും മുസ്ലിമാവും എല്ലാവരെയും 2-3 മണിക്കൂർ വൈകി ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ 2-3 മണിക്കൂറൊക്കെ വൈകി ചെയ്യുന്നതായിട്ടുണ്ടാക്കി എന്നെ സംബന്ധിച്ച് പക്ഷേ എല്ലാവരും അതുപോലെ സ്വീകരിക്കണമെന്നില്ല. ഇങ്ങനെ ആയപ്പോഴേക്കും ഇതുപോലെ വൈകിയാണ് വരുന്നത് മനസ്സിലാകും. ഇവിടെ ഇന്ന് വരുന്ന സമയത്ത് എനിക്ക് ആ ടെൻഷൻ സാഹചര്യം കുറച്ചും കൂടി നേരത്തെ എത്താൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജയിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലത്തിൽ എല്ലാവരും പോയി നന്ദി പ്രകടനം നടത്തുന്നതിന് ഞങ്ങളുടെ പോഷക സംഘടനാ പ്രസിഡന്റുമാരെ കുറിച്ച് അഭിപ്രായം. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ബാക്കി എല്ലാവർക്കും ഏതെങ്കിലും സീറ്റ് വർഷം പറയാൻ ആവശ്യമുണ്ട്. രാജ്യസഭ പറയുന്നത് സ്വന്തം സീറ്റിൽ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെല്ലുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള
ഇതൊക്കെ മറ്റൊരു പറഞ്ഞു. പിന്നെ യൂണിവേഴ്സ് നിലയ്ക്ക് സേഫായിട്ടുമാണ് ചോദിച്ചാലും പറഞ്ഞിരുന്നത്. ഇത് ഓപ്ഷൻ വെക്കേണ്ട, രണ്ടാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാനോടൊന്നുമില്ല, എനിക്ക് എൻ്റെ ജില്ലയിൽ ഏറ്റവും സേഫായ സീറ്റ് കൊടുങ്ങല്ലൂർ തന്നെയാണ്. നമുക്ക് കൊടുങ്ങല്ലൂർ തന്നെ മതി എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായം എനിക്കറിയാം. പിന്നെ കേരളം ഞാൻ ഒന്നും കേട്ടിരിക്കുന്നു. ഈ എന്തിനാണ് ഈ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ഞങ്ങൾക്ക് കണക്കാക്കിയത്. ഇപ്പോൾ വേറെ പല സ്ഥലങ്ങളൊക്കെ പരിഗണിച്ച് സംസാരിക്കുന്ന പലതൊക്കെ ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ആലോചിച്ചു 15-20 ദിവസത്തിൽ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മളെ ആളുകൾ കടയിൽ പോയി ക്യാഷൻ കിട്ടും. പിന്നെ ഒന്ന് മനസ്സിലാക്കിയ ഒരു റിസൾട്ട് കിട്ടും. പിന്നെ നെക്സ്റ്റ് നേരെ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് അവകാശം. അപ്പോൾ അതിലൂടെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ തിരിച്ചുള്ള സ്ഥലം നമുക്കറിയാവുന്ന സുഹൃത്തുക്കളും കൂടെ പഠിച്ചവരും പിന്നെ അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളുമൊക്കെ ആയി നിൽക്കുന്ന ഒരു സ്ഥലം. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി മുതൽ പിന്നെ നിയോജക സെക്രട്ടറിയായി ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേസുവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി അതിനുശേഷം പഠിച്ച കോളേജുകളും അതിനുശേഷം പിന്നെ കേസ് നിയോജക കമ്മിറ്റി പ്രസിഡന്റായി ജില്ലാ ഭാരവാഹി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഉള്ള ബന്ധങ്ങളുമെല്ലാം കിടക്കുന്നു തുടങ്ങി. ഇവിടെ തന്നെ ആയിരിക്കും ജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിസൾട്ടിന്റെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ വരുന്ന സമയത്ത് ആദ്യത്തെ 3-4 പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലീഡാണ്. നാളെ പഞ്ചായത്തിന് ലീഡാണ്. നാളെ കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ. അപ്പോൾ കൊടുങ്ങല്ലൂർ എണ്ണി കഴിഞ്ഞ സമയത്ത് ആകെ 780 വോട്ട് മൈനസായി. അപ്പോൾ ഞാൻ പോയല്ലോ. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകർ കേരളത്തിലും സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരൊക്കെ എൻ്റെ പല സമയത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ 780 വോട്ട് മൈനസാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിനകത്ത് പോകുന്നില്ല. അപ്പോൾ അവരെ കൊടുങ്ങല്ലൂരെല്ലാം പോകുന്നതാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ എണ്ണി കഴിഞ്ഞു. അവിടെ 14,000 മൈനസാകാറ്. 780 മൈനസുള്ളൂ. അപ്പോൾ അതൊന്നും ഇനി കഴിക്കാൻ ഇനി വരുന്നതെല്ലാം നമുക്കാണ്. അപ്പം എൻ്റെ ആത്മവിശ്വാസം ഇനി വരാനിരിക്കുന്നത് അന്നമനയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവിടെയും എന്തെങ്കിലും പറയാൻ അവരൊക്കെ പരിഹരിക്കാൻ കൂടുതൽ പഞ്ചായത്ത് കൊണ്ടുവരുന്നതാണ് എൻ്റെ ആ സമയത്തിൻ്റെ ആത്മവിശ്വാസം. ഈ 780 മുകളിലേക്ക് എന്തായാലും അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഇടങ്ങളിലും പോയി തെരഞ്ഞെടുപ്പിൽ തോറ്റ് ചോദിച്ചതുപോലെ തന്നെ പോയി നന്ദി പറയാൻ എല്ലാ സ്ഥലങ്ങളിലും പോകണം. സ്ഥാപനങ്ങളിൽ പോയി വ്യക്തികളാണെങ്കിൽ പോയി പിന്നെ അതുപോലെ തന്നെ പല വീടുകളിൽ പോയി പിന്നെ പല ജംഗ്ഷനുകൾ പ്രസംഗിച്ചു കുടുംബങ്ങൾ പ്രസംഗിച്ചു എല്ലാവരും പോകണം എന്നുള്ള വലിയ ആഗ്രഹത്തിലൊക്കെ നിൽക്കണം. പക്ഷെ എനിക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായി. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 24 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഓടി തീർക്കുന്നത് പോലെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് ഓർമ്മ കിട്ടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എങ്ങനെ ഓർമ്മ നമ്മൾ ഉപയോഗിക്കില്ല. മാത്രമല്ല ഇതൊരു 12 വർഷക്കാലമായിട്ട് ഷാർട്ടുന്നുണ്ട്. 12 വർഷക്കാലമായി നമ്മളിങ്ങനെ ഇത് ലഭിക്കുന്നതൊക്കെ മഹിളാ കോൺഗ്രസ് പരിപാടിയൊക്കെ അസംബ്ലി ഒരു മണ്ഡലം കിട്ടിയിട്ടില്ല. എല്ലാം ചെയ്തിരിക്കാനുണ്ട്. എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങൾ തിരിച്ചറിയാറുണ്ട്. എല്ലാ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ വേണ്ടി ഒരു ഷാർട്ടോടാണ് ആരോട് പറയാൻ രഹസ്യമായി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഓരോ ഇലക്ഷനിലെ ഒരു ഡാറ്റ ബേസ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് പോകുന്നത് ഞാൻ എല്ലാവർക്കും ഒരു പേർക്ക് വിശ്വാസമാണ്. ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പോയി ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ്. നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കാണ് പോയിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കണ്ട ആളുകളൊക്കെ തന്നെ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ കാണാൻ കഴിയുന്നത്. അപ്പം എനിക്ക് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം നന്ദിക്കേണ്ട പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു ജോലിക്ക് വേണമെങ്കിൽ നന്ദിക്കേണ്ട എത്തുന്നത് കഴിഞ്ഞില്ല. മന്ത്രിയായതിനു ശേഷമാണ് മാറാമേഖല പേരും പൂർത്തീകരിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് 2 ദിവസം മുമ്പേ എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ ആളോട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞു. എനിക്ക് ഫോണിൽ പറഞ്ഞാൽ ഒത്തിരി സംശയമുണ്ട്. ആരോടും പറയാൻ വേണ്ടി പോയില്ല. എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു ഭാര്യയോടൊന്നും പോയിട്ട് അമ്മയോടൊന്നും പോയിട്ട് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ നിങ്ങളിത് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അത് ആരോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞില്ല. ചാനൽ വാർത്ത വരുന്നത് വരെ പിന്നെ എന്നോട് പറഞ്ഞ നേതാക്കന്മാർ ചർച്ചയിലുള്ള നേതാക്കന്മാർ ഞാനല്ലാതെ പിന്നെ വേറെ അറിയാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം വേറൊന്നുമില്ല. വാർത്തകളുടെ എണ്ണം കൂടുന്നത് നമ്മൾ ആകാതിരിക്കുന്ന സാധ്യത കൂടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ പത്രക്കാരെ പിന്നെ ഉള്ളതാണെന്ന് വെച്ചു. നമ്മൾ ചിലപ്പോൾ എനിക്കറിയില്ല. ആവശ്യം വരുന്നത് വരെ പിന്നെ ഞാനത് പത്രക്കാരെ കുറിച്ച് ഞാൻ സംബന്ധിച്ചിട്ട് അവസാനത്തെ നിമിഷത്തെ വാർത്തയിൽ കിട്ടുപോകുന്ന. അപ്പോൾ ഞങ്ങൾ കുറച്ച് പത്രക്കാരെ കുറിച്ച് ഞങ്ങളുടെ സോഴ്സുകളൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പാടി പോകുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ എണ്ണവും അവരുടെ വകുപ്പും അവരുടെ പേരും എല്ലാം അറിയാനുള്ള ധാരണയാണ് ഇരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം